നമുക്കിന്ന് സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ഡേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫസ്റ്റ് ആക്ടിവിറ്റിക്ക് ടോട്ടൽ 5 മാർക്കാണ് കേട്ടോ. 5 മാർക്കിൽ എ എന്ന് പറയുന്ന പോർഷൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 2 ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ ഉണ്ട്, സി ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ബി ക്വസ്റ്റ്യനും 2 മാർക്കാണ്, സി ക്വസ്റ്റ്യൻ്റെ 1 മാർക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The distance to the center of the earth is about 6,371 കിലോമീറ്റർ. എർത്തിൻ്റെ സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് എവിടെ നിന്ന്, സർഫസ് ഓഫ് ദി എർത്തിൽ നിന്ന് എർത്തിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6371 കിലോമീറ്റർ ആണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ഹ്യൂമൻസ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ എർത്ത്സ് ഇൻറ്റീരിയർ ഡയറക്ട്ലി. നമ്മുടെ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് ഡയറക്റ്റായിട്ട് നേരിട്ട് നമുക്ക് അറിവൊന്നും ലഭിക്കാനുള്ള മാർഗ്ഗങ്ങളൊന്നും ലഭ്യമല്ല. The knowledge about the interior of the earth is based on scientific സ്റ്റഡീസ് ആൻഡ് കൺക്ലൂഷൻസ്. സയൻറ്റിഫിക് സ്റ്റഡീസിൻ്റെയും കൺക്ലൂഷൻസിൻ്റെയും ബേസിസിലാണ് നമുക്ക് എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള അറിവൊക്കെ ലഭിക്കുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ഹൗ കുഡ് വി കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്? എർത്തിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? By examining materials that reach the earth's surface through the volcanic eruption. വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്. രണ്ടാമത്തെ ഫ്രം ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്. ഖനികളിൽ നിന്ന് നമ്മൾ ശേഖരിക്കുന്ന ഇൻഫർമേഷൻസ് യൂസ് ചെയ്ത്. അടുത്തത് ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്ക് ഉണ്ടാവില്ലേ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ തരംഗങ്ങളുണ്ടാവും. വേവ്സ്, തരംഗങ്ങളുണ്ടാവും. അതിൻ്റെ മോഷൻസ്, അതിൻ്റെ തരംഗങ്ങളുടെ ചലനം അനലൈസ് ചെയ്ത് നമുക്ക് ഭൂമിയുടെ ഇന്റേണൽ പോർഷനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ക്രസ്റ്റ്? ക്രസ്റ്റിനെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ ക്രസ്റ്റ് ഹാസ് 2 പാർട്സ്, നെയിംലി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ശരിയാണോ തെറ്റാണോ ആ സ്റ്റേറ്റ്മെൻറ്റ്? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും ക്രസ്റ്റിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇറ്റ് ഈസ് ഫോംഡ് ബൈ അയൺ ആൻഡ് നിക്കൽ. ആണോ ക്രസ്റ്റ് ഫോം ചെയ്തേക്കുന്നത് അയണും നിക്കലും കൊണ്ടാണോ? അല്ല, അത് ഫോം ചെയ്തേക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ കോറാണ് അയണും നിക്കലും കൊണ്ട് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ബി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത സി നോക്കൂ. ഇറ്റ് ഹാസ് 2 പാർട്സ്, നെയിംലി ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ. ഈ ക്രസ്റ്റിന് 2 പാർട്ടുണ്ട്, ലിത്തോസ്ഫിയർ എന്നും അസ്തനോസ്ഫിയർ എന്നും. ശരിയാണോ? തെറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇനി ദ ലിത്തോസ്ഫിയർ ഇസ് ദ ഔട്ടർ മോസ്റ്റ് റോക്കി പാർട്ട് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള റോക്കി പാർട്ടാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് എയും ഡിയും ആണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ? ഡി ഓപ്ഷൻ നോക്കൂ, എ ആൻഡ് ഡി അല്ലേ? അപ്പം ഇവിടുത്തെ ആൻസർ ഏതാണ്? എ ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ ഡി ഓപ്ഷനാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ഈസ് ദ, അപ്പോൾ ഇതും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് നോക്കിയോളൂ. വാട്ട് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് കാൾഡ്? എർത്തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെ എന്താ പറയുന്നത്? ഏതാണ്? ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാൻറ്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള അത് മാർക്ക് ചെയ്തിട്ട് ഏതാ? ക്രസ്റ്റ് അല്ലേ? ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് ഏതാണ്? ക്രസ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് 5 മാർക്കിൻ്റെ ഒന്നാമത്തെ ആക്ടിവിറ്റി. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇനി അടുത്തത് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയോളൂ. ദ പ്രസൻസ് ഓഫ് ദി ഓസോൺ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട്സ് ദ എർത്ത് ബൈ ബ്ലോക്കിംഗ് ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ. ഓസോണ് നമ്മുടെ അൾട്രാവയലറ്റ് റേസിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. സെപ്റ്റംബർ 16 ഈസ് ഒബ്സർവ്ഡ് ആസ് ദ വേൾഡ് ഓസോൺ ഡേ. ഓസോൺ ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ്? സെപ്റ്റംബർ 16 ആണ്. It was declared as Ozone Layer Protection Day by the United Nations General Assembly in 1988. 1988 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ആണ് ഓസോൺ ഡേ ആയിട്ട് ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസോൺ ഡേ ആയിട്ട് സെപ്റ്റംബർ 16 ആചരിക്കാൻ തീരുമാനിച്ചത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ് ഓൺ എർത്ത്? അൾട്രാവയലറ്റ് റേസ് ഉണ്ടല്ലോ, UV റേസ് എർത്തിൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. നോക്കിയുള്ളൂ. ഒന്നാമത്തത് കൊളാപ്സ് ഓഫ് ദി ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിന് എന്ത് ചെയ്യുന്നു? കൊളാപ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആഹാര ശൃംഖല നശിപ്പിക്കുന്നു. ക്രോപ്പ് ഡാമേജ്, വിളകൾ നശിക്കുന്നു. സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ സ്റ്റണ്ട് ചെയ്യുന്നു, മുരടിപ്പിക്കുന്നു. ദെൻ ഏർലി ഏജിങ്, അകാല വാർദ്ധക്യം. ബ്ലൈൻഡ്നെസ്, അന്ധത. കാറ്ററാക്റ്റ്, തിമിരം. സ്കിൻ ക്യാൻസർ, ഈ ത്വക്കിൽ ക്യാൻസർ ഉണ്ടാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് UV റേസ് കൊണ്ടുള്ള ദോഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ആക്ടിവിറ്റി, സെക്കൻഡ് ആക്ടിവിറ്റിക്ക് മൊത്തം 5 മാർക്കാണ്. അതിൽ UV റേസ് കൊണ്ടുള്ള ദോഷങ്ങൾ അതിൻ്റെ മാർക്ക് 4 ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഈ പോയിന്റ് എല്ലാം എഴുതണ്ട, ഏതെങ്കിലും 4 പോയിന്റ് എഴുതിയാൽ മതി. ഇനി അടുത്ത 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ? വേൾഡ് ഓസോൺ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? സെപ്റ്റംബർ 16. ഈ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയോളൂ. സബ് കോണ്ടിനെന്റ്സ് ആർ ലാർജ് കോണ്ടിനെന്റൽ ഏരിയാസ് വിത്ത് ദ സെയിം വെറൈറ്റി ഓഫ് ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ക്ലൈമറ്റ്സ് ആസ് കോണ്ടിനെന്റ്സ്. അതായത് കോണ്ടിനെന്റ്സിനേതുപോലെ തന്നെ ഭൂപ്രകൃതി വിഭാഗങ്ങളും പിന്നെ ക്ലൈമറ്റും ഒക്കെ ഉള്ള പാർട്ടാണ് കോണ്ടിനെന്റൽ ഏരിയ ആണ് സബ് കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഹൗ ക്യാൻ ബി ക്ലാസിഫൈ ടോപ്പോഗ്രഫി ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ ടോപ്പോഗ്രഫി, അതായത് ഭൂപ്രകൃതിയെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഏതൊക്കെയാണ്? മൗണ്ടെയിൻ റേഞ്ച്, പർവ്വതനിരകൾ, വാസ്റ്റ് പ്ലെയിൻസ്, അതിവിശാലമായിട്ടുള്ള സമതലങ്ങൾ, ഡെസേർട്ട് റീജിയൻസ്, മരുഭൂമി, പ്ലേറ്റോസ് എന്ന് വെച്ചാൽ പീഠഭൂമികൾ, കോസ്റ്റൽ പ്ലെയിൻസ്, തീര സമതലങ്ങൾ, ആൻഡ് ഐലൻഡ്സ്, പിന്നെ ദ്വീപുകൾ. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഈ എല്ലാ കാര്യങ്ങളും എഴുതണം. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതുമ്പോൾ നമുക്ക് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ അല്ലേ. 1 ദ ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശം, ദ ഓൾട്ടിറ്റ്യൂഡ്, ഉയരം, ഫിസിയോഗ്രഫി, ഭൂപ്രകൃതി, പ്രോക്സിമിറ്റി ടു ഓഷ്യൻ, സമുദ്ര സാമീപ്യം, വിൻഡ്, കാറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. The Green Revolution was a program that massively increased the production of food grains using high-yielding seeds, fertilizers, pesticides, new technologies, loans at low interest rates and scientific irrigation. അതായത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം ഇൻക്രീസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് അല്ലേ. എങ്ങനെയാണ് ഈ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്? യൂസിങ് ഹൈ യീൽഡിങ് ആയിട്ടുള്ള സീഡ് ഉപയോഗിച്ച് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, പിന്നെ പുതിയ ടെക്നോളജീസ്, കുറഞ്ഞ പലിശയിൽ ലോൺ കൊടുത്ത്, പിന്നെ സയൻറ്റിഫിക് ഇറിഗേഷൻ, ഇതൊക്കെ സക്സസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് എനി 2 അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ്റെ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഏതാണ്? 1ാമത്തെ ക്വസ്റ്റ്യൻ. അതായത് ഇതിൽ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. എൻഷുർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്പ്. ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്. ഇത്രയാണ് ബെനിഫിറ്റ്സ്. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതിയാകും. ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് റെഡ്യൂസ്ഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ഇത്രയാണ് ബെനിഫിറ്റും ലിമിറ്റേഷൻസും. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ ഇംപ്ലിമെന്റിംഗ് മെനി പോവർട്ടി അലീവിയേഷൻ സ്കീംസ് ടു ഇറാഡിക്കേറ്റ് the prevailing poverty in our country. Write the names of 2 such projects and their objectives. അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോവർട്ടി അലീവിയേഷന് വേണ്ടിയിട്ട്, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും 2 പ്രോജക്റ്റിൻ്റെ പേരും അതിൻ്റെ ഒബ്ജക്റ്റീവും അതിൻ്റെ ലക്ഷ്യവും എഴുതണം. അപ്പോൾ നമുക്കത് നോക്കാം. ഇതും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ 6-7 പ്രോഗ്രാംസിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും 2 നിങ്ങൾ എഴുതിയാൽ മതി. അതിൻ്റെ ഒബ്ജക്റ്റീവ് എഴുതണം. ടെക്സ്റ്റിൽ ഇത് ഉണ്ട്, ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ളവർക്ക് ഞാൻ ഈ എല്ലാ വീഡിയോസും, സോഷ്യൽ സയൻസിലെ എല്ലാ വീഡിയോസിൻ്റെയും പ്ലേലിസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുവരെ 7ാം ക്ലാസ്സിൽ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് കേട്ടോ. 9ാമത്തെ യൂണിറ്റ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയോളൂ. 1ാമത്തത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. 2ാമത്തത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. 3 ലൈഫ് പ്ലാൻ. 4 അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. പിന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PM പോഷൻ, സുഭിക്ഷ കേരളം. അപ്പോൾ ഇങ്ങനെ 7 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും 2 എഴുതുക. അതിന് ഒബ്ജക്റ്റീവും എന്താണെന്ന് എഴുതണം കേട്ടോ. അതിൻ്റെ ഒബ്ജക്റ്റീവും എന്താണെന്ന് നമ്മളിവിടെ എഴുതണം. 3ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ? ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ.
അടുത്ത അഞ്ചാമത്തെ ആക്ടിവിറ്റി, മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ഇൻ ഇന്ത്യ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും അഗ്രികൾച്ചറിലാണ് എൻഗേജ് ചെയ്തിട്ടുള്ളത്. എവരി ക്രോപ്പ് ഹാസ് സർട്ടൻ പീരിയഡ്സ് ഫോർ സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്. എല്ലാ ക്രോപ്പിനും ഒരു പീരീഡ് ഉണ്ട്, അതിനെ വിളവ് ഇറക്കുന്നതിനും വിളവെടുക്കുന്നതിനും. ദർ ആർ മെയിൻലി 3 അഗ്രികൾച്ചറൽ സീസൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മൊത്തം 3 അഗ്രികൾച്ചറൽ സീസൺസ് ആണുള്ളത്. അപ്പോൾ ഇതെവിടെ ഒന്നാമത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഖാരിഫ് അതിൻ്റെ മന്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ വരുന്ന ക്രോപ്സ് ഏതൊക്കെയെന്ന് എഴുതണം. റാബി, അതുപോലെ പിന്നെ അടുത്ത ഏതാണോ അത്, അപ്പോൾ ഇത് നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. നോക്കിയോ, ഒന്നാമത്തത് ഏതാണ്? ഒന്നാമത്തെ അഗ്രികൾച്ചർ സീസൺ ആണ് ഖാരിഫ്. ഖാരിഫ് ജൂൺ ജൂലൈ മാസത്തിലാണ് നമ്മൾ കൃഷി ഇറക്കുന്നത്. അതിൻ്റെ ക്രോപ്സ് ഏതൊക്കെയാണ് അതിൽ വരുന്നത്? പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്റ. മുകളിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അടുത്തത് റാബി, രണ്ടാമത്തെ ക്രോപ്പിംഗ് സീസൺ ആണ് റാബി എന്ന് പറയുന്നത്. റാബി ഏതൊക്കെ മാസമാണ്? ഒക്ടോബർ നവംബർ മാസത്തിലാണ്. സോയിങ് മന്ത് എന്ന് പറഞ്ഞാൽ അതായത് വിളവ് ഇറക്കുന്നത് അല്ലേ. സോയിങ് മന്ത് ഒക്ടോബർ നവംബർ മാസത്തിലാണ്. അടുത്തത് അതിൽ വരുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? വീറ്റ്, പൾസസ്, മസ്റ്റാർഡ്. ഗോതമ്പ്, പിന്നെ പൾസസും പിന്നെ മസ്റ്റാർഡ് കടുക്, പയറുവർഗ്ഗങ്ങൾ. പൾസസ് എന്ന് വെച്ചാൽ പയറുവർഗ്ഗങ്ങൾ. ഇതെല്ലാമാണ് ഏതിൽ വരുന്നത്? റാബിയിൽ വരുന്നത്. അടുത്തത് ഏതാണ് അഗ്രികൾച്ചർ സീസൺ? സെയ്ദ്. ഏതാണ്? സെയ്ദിൻ്റെ എന്താണ് സോയിങ് മന്ത് എന്ന് പറയുന്നത് സമ്മർ സീസണിലാണ്. ദെൻ അതിൽ വരുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? വാട്ടർമെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ്, കാറ്റൽ ഫീഡ് ക്രോപ്സ്. ഇതെല്ലാം ഏതിലാണ് വരുന്നത്? സെയ്ദ് എന്ന് പറയുന്ന ആ ഒരു ക്രോപ്പിംഗ് സീസണിലാണ് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മാർക്ക് ദ സ്റ്റേറ്റ്സ് ദാറ്റ് കൾട്ടിവേറ്റ് വീറ്റ് ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. താഴെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയെന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാപ്പ് തന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഏതെങ്കിലും സ്റ്റേറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാപ്പ് പഠിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്സ് എവിടെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള മാപ്പ് ഇതാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ്. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്, അപ്പോൾ അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് 9ാമത്തെ യൂണിറ്റിൻ്റെ നോട്ട്സും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതും ചെയ്യാം കേട്ടോ.